ചെകുത്താന്റെ മെസ്സേജ് കണ്ടു പേടിച്ചവൾ വർദ്ധിച്ച ഭയത്തോടെ മഹാദേവനെ നോക്കിയതും അവൻ ഫോണിൽ എന്തോ ഗെയിം കളിക്കുകയായിരുന്നു. സർ, അവൾ വിറച്ചുകൊണ്ട് അവനെ വിളിച്ചു. എന്താടോ? ഗെയിം കളിക്കുന്നതിനിടയിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭയം നിഴലിക്കുന്ന അവളുടെ മുഖം കണ്ടതും ഫോൺ ഓഫാക്കി പോക്കറ്റിലിട്ട ശേഷം അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്താടോ, തനിക്ക് എന്താ പറ്റിയേ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ മെസ്സേജ് അവന് കാണിച്ചു കൊടുത്തു. ആഹാ, നിന്റെ ചെകുത്താൻ ഗുഡ് ബൈ പറഞ്ഞല്ലോ. അപ്പോൾ തന്നോട് അവന് സ്നേഹമൊക്കെയുണ്ട്. അവൻ അവളെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു. ഏതായാലും നമ്മൾ രാജ്യം വിടുന്ന കാര്യം പുള്ളി അറിഞ്ഞു കാണും. ഇനിയിപ്പോൾ എത്ര ശ്രമിച്ചാലും തന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാൻ കഴിയില്ല എന്ന് ചെകുത്താന് നന്നായി അറിയാം. മെസ്സേജ് വായിച്ച മഹാദേവൻ തല കുലുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴും കാന്തി പേടിച്ചിരിക്കുകയാണ്. ഇതിനാണോ താൻ പേടിക്കുന്നത്? അയ്യേ, മോശം മോശം. ഒരാൾ ഗുഡ് ബൈ പറഞ്ഞതിനാണോ ഇങ്ങനെ പേടിക്കുന്നത്? അവൻ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സർ, സാറിനിത് തമാശ. പക്ഷേ ഇതെനിക്ക് തമാശയായി കാണാൻ കഴിയില്ല. ചെകുത്താൻ സച്ചിനല്ല അല്ലേ? അവൻ ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ? അവിടെ വെച്ച് എങ്ങനെയായാലും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ചെകുത്താൻ ആരായിരിക്കും? അവൾ സംശയത്തോടെ പറഞ്ഞു. ഓ, നീ അത് വിട്ടേ എന്റെ മോളെ. അവളുടെ ഒരു സച്ചിനും ഒരു ചെകുത്താനും അലുവയും മത്തിക്കറിയും പോലെ. ഒരു ഗുഡ് ബൈ പറഞ്ഞതിനാണോ നീ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നത്? ദേ, നമ്മൾ പോകുന്നത് ഹണിമൂൺ ആഘോഷിക്കാനാണ്. ആ ബോധം എന്റെ കൊച്ചിന് എപ്പോഴും ഉണ്ടാകണം. ഇനി തിരിച്ചു തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയതിനു ശേഷമേ നീ ഇവരെ പറ്റി ചിന്തിക്കാൻ കൂടി പാടുള്ളൂ. ഇനി എങ്ങാലും സച്ചിൻ എന്നോ ചെകുത്താൻ എന്നോ നിന്റെ നാവിൽ നിന്നും വീണാൽ നിന്റെ വായ നിറയെ ഞാൻ മഞ്ഞു വാരി മൂടി വെക്കും. അവൻ അവളെ നോക്കി ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. ഫിൻലാൻഡിലെ ഹെൽസ്റ്റി എയർപോർട്ടിൽ വന്നിറങ്ങിയതും കാന്തി വിറയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ട് അല്ലേ? ഇതാണ് ഞാൻ മുൻപേ പറഞ്ഞത്. ഇവിടേക്ക് വരുമ്പോൾ നല്ല കട്ടി കൂടിയ ജാക്കറ്റുകൾ ധരിക്കണമെന്ന്. അല്ലാതെ ഊട്ടിക്കും കൊടൈക്കനാലിനും ഒക്കെ പോകുമ്പോൾ ധരിക്കുന്ന കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാൽ നമ്മുടെ ശരീരം തന്നെ ഐസായി മാറും. ആ എയർപോർട്ടിലെ ശുചിമുറിയിൽ വെച്ച് അവൾ ഇട്ടിരുന്ന വസ്ത്രത്തിന്മേൽ കട്ടി കൂടിയ മറ്റൊരു ജാക്കറ്റ് കൂടി ധരിച്ചു. അയ്യോ, എന്റെ വിരലുകൾ മടക്കാൻ പറ്റുന്നില്ല. തണുത്തു വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഈ ലോക്കൽ ഗ്ലൗസ് ഒക്കെ ധരിച്ചാൽ നിന്റെ കൈ മരവിച്ചു പോകും കൊച്ചേ എന്ന് പറഞ്ഞ് അവൻ മറ്റൊരു ഗ്ലൗസ് എടുത്ത് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. അവളുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ ശബ്ദത്താൽ മുഖരിതമായിരുന്നു അവിടം. അവൻ ആവി പറക്കുന്ന ഒരു കോഫി വാങ്ങി അവൾക്ക് നൽകി. ആ കോഫി ഒരു സിപ്പ് എടുത്തതും അവൾക്ക് സ്വർഗം കിട്ടിയ അനുഭവമായിരുന്നു. താങ്ക് യു സാർ. ഇത്രയും തണുപ്പത്ത് ഈ കോഫി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പതുക്കെ ആ കോഫി കുടിക്കാൻ തുടങ്ങി. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവനും പതുക്കെ കോഫി കുടിച്ചു. കോഫി കുടിച്ചു കഴിഞ്ഞതും അവളുടെ വിറയലൊക്കെ മാറി. ഇങ്ങനെ കോഫി കുടിച്ചിരുന്നാൽ പോരാ, നമുക്ക് ഇവിടെ നിന്നും ഒരു ഫ്ലൈറ്റ് പിടിച്ച് റൊവേനോമയിലെ എയർപോർട്ടിൽ എത്തണം, അവൻ പറഞ്ഞു. അപ്പോൾ ഇതല്ലേ ഫിൻലാൻഡ്? അവൾ സംശയത്തോടെ ചോദിച്ചു. ലാൻഡ് ഇതൊക്കെ തന്നെ, പക്ഷേ നമ്മൾ പോകുന്നത് റൊവേനോമയിലെ സാന്താക്ലോസ് വില്ലേജിലേക്കാണ്. അവിടെയാണ് ഇനി ഒരാഴ്ച നമ്മുടെ താമസം. കാണേണ്ടേ നമുക്ക് ജീവനുള്ള സാന്താക്ലോസിനെ എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അധികം വൈകാതെ തന്നെ അവർ അവിടേക്ക് എത്തി. സാന്താക്ലോസ് വില്ലേജ് കണ്ടതും കാന്തിയുടെ കണ്ണ് തള്ളിപ്പോയി. ഇത് ജനുവരി അല്ലേ? പക്ഷേ ഇവിടുത്തെ ക്രിസ്മസ് ഇന്നാണോ? അവൾ അവിടുത്തെ കാഴ്ച കണ്ട അത്ഭുതത്തോടെ ചോദിച്ചു. എന്റെ പെണ്ണേ, 365 ദിവസവും ഇവിടെ ക്രിസ്മസ് ആണ്. ഇത് സാന്താക്ലോസിന്റെ വില്ലേജ് ആണ്. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച അവന്റെ കൈകളെ വിടുവിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് അത്ഭുതത്തോടെ അവന് മുൻപിലായി നടന്ന കാന്തി അയ്യോ അമ്മേ എന്ന നിലവിളിയോടെ അവൾ അവിടെ ഒരു മഞ്ഞുപാളിയിൽ തെന്നി മൂടും കുത്തി താഴെ വീണു. അവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിലാവിത്തഴിച്ചു വിട്ട കോഴിയെ പോലെ നീ പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി മൂടും കുത്തി താഴെ വീഴുമെന്ന്. ഇനിയെങ്കിലും ശ്രദ്ധിച്ചു നടക്ക്. ദാ കൂടിക്കിടക്കുന്ന മഞ്ഞിൽ കൂടി നടന്നാൽ കുഴപ്പമില്ല. ഇതുപോലെ ചില്ല് പോലുള്ള മഞ്ഞിൽ നടക്കുമ്പോഴാണ് കുഴപ്പം. അവൻ 2 ടൈപ്പ് മഞ്ഞും വേർതിരിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു. കാന്തിക്കാണെങ്കിൽ അപ്പോൾ ദേഷ്യവും സങ്കടവും ഒരുമിച്ചു വന്നു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ എന്റെ പെണ്ണേ.
എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിൽ പറ്റിയ മഞ്ഞുകണികകൾ തട്ടിക്കളഞ്ഞു. അതെ, എനിക്ക് മഞ്ഞിൽ നടന്ന് വലിയ ശീലമൊന്നുമില്ല. ആദ്യമായിട്ട് നടക്കുമ്പോൾ ചിലപ്പോ വീണെന്നൊക്കെ ഇരിക്കും. അതിനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ അവനെ നോക്കി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ എന്നും പിന്നെ മഞ്ഞിലൂടെയാണല്ലോ നടത്താം. എന്റെ വീട് മുഴുവൻ സ്നോയാണല്ലോ. അവൻ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, നിങ്ങൾക്ക് തമാശ. എന്റെ നടുവേദനിക്കുന്നു. അയ്യോ, എനിക്ക് ഒരു അടി പോലും നടക്കാൻ പറ്റുന്നില്ല, കാന്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അടിപൊളി, നമ്മുടെ ഹണിമൂൺ അടിപൊളിയായല്ലോ. ഫിൻലാൻഡിലെ മഞ്ഞിൽ കാലുകുത്തിയില്ല, അപ്പോഴേക്കും പെണ്ണ് പണി വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കോരിയെടുത്തു. ഏതായാലും ഇന്നൊന്നും കാണാൻ പോക്ക് നടക്കില്ല. നമുക്കിപ്പോൾ കോട്ടേജിലേക്ക് പോകാം. ഇന്ന് ഫുൾ അവിടെ വിശ്രമിച്ചതിന് ശേഷം നാളെ സാന്തയെ കാണാൻ വരാം. ഹലോ സാന്താക്ലോസ്, ലെറ്റ്സ് ഗെറ്റ് ടു ന്യൂ ഈച്ച് അതർ ബെറ്റർ ടുമാറോ. മൈ വൈഫ് ഈസ് നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. ദെൻ സി യു ടുമാറോ. ഹലോ സാന്താക്ലോസ്, നാളെ നമുക്ക് നന്നായി പരിചയപ്പെടാം. എന്റെ ഭാര്യയ്ക്ക് ഇന്ന് സുഖമില്ല, എങ്കിൽ നാളെ കാണാം. അവിടെ പതിപ്പിച്ചിരിക്കുന്ന സാന്തോയുടെ ഒരു ഫോട്ടോയിൽ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ അവളെയും എടുത്തുകൊണ്ട് അവരുടെ കോട്ടേജ് ലക്ഷ്യമാക്കി നടന്നു. കോട്ടേജിനുള്ളിലെ ചെറിയ ബെഡിൽ അവളെ കിടത്തിയ ശേഷം അവൻ അവരുടെ ബാഗുകളും മറ്റു സാധനങ്ങളും പോയി എടുത്തുകൊണ്ട് വന്നു. എന്റെ പെണ്ണേ, ഇങ്ങനെ ഒരു ഹണിമൂൺ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടുണ്ടാകില്ല. എനിക്ക് തോന്നുന്നത് നിന്റെ മറ്റവനില്ലേ സച്ചിൻ, അവനും കയ്യും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിലല്ലേ. മിക്കവാറും അവന്റെ ശാപമാകാനാണ് വഴി. അവൻ അവൾ കിടക്കുന്ന ബെഡിനരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. എന്തൊക്കെ മോഹങ്ങളായിരുന്നു, എല്ലാം പോയില്ലേ. ഫസ്റ്റ് നൈറ്റ് തന്നെ ഫ്ലൈറ്റിലായിരുന്നു. ഇത് ഹണിമൂൺ കോട്ടേജ് ആണ്. ഇതിലായിരിക്കണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് ഒരു ബെഡ്റൂം ഉണ്ട്. പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വലിയ ബെഡ്റൂം. തുമിതു ആഘോഷിക്കുന്ന യുവമിഥുനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക കോട്ടേജ്. അതാണ് ഞാൻ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തത്. ഇനി ഞാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമോ എന്തോ. അവൻ അവളുടെ കൈവിരലുകളെ തഴുകിക്കൊണ്ട് പറഞ്ഞു. മഹാദേവന്റെ വർത്തമാനം കേട്ട് അന്തം വിട്ട് കിടക്കുകയാണ് കാന്തി. അപ്പോൾ കുറച്ചു കഴിഞ്ഞതും അവൻ ഒരു വലിയ പാത്രത്തിൽ ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നു. അതെ, നമുക്കാദ്യം ശരീരം മുഴുവൻ ചൂട് പിടിക്കാം എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന വെള്ളത്തിലേക്ക് ചില മരുന്നുകൾ ഒഴിച്ചു. നീ ആദ്യം നിന്റെ വസ്ത്രം ഒന്ന് മാറ്റ്, ഞാൻ വേദനയുള്ള ഭാഗത്ത് ചൂട് പിടിച്ചു തരാം. നടുവിനല്ലേ തനിക്ക് വേദന, വസ്ത്രം മാറിക്കഴിഞ്ഞ് കമന്ന് കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലുണ്ടായിരുന്ന ടവൽ എടുത്ത് വെള്ളത്തിലേക്ക് മുക്കിപ്പിഴിഞ്ഞു. അവന്റെ മുമ്പിൽ തന്റെ വസ്ത്രം അഴിക്കാനുള്ള മടിയോടെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. താൻ ഇതുവരെയായിട്ടും ആ ജാക്കറ്റ് മാറ്റിയില്ലേ? വേഗം മാറ്റ്, എന്നിട്ട് വേണ്ടേ നമുക്ക് ആവി പിടിക്കാൻ. അത് സർ, ഞാൻ പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് അവൾ കിടന്നു. ഓ, സ്വന്തം ഭർത്താവിന്റെ അടുത്ത് എന്തിനാ പെണ്ണെ നീ നാണിക്കുന്നത്? എന്നെ ഭർത്താവായി കാണണ്ട, ഒരു ഡോക്ടറായി കണ്ടുകൂടെ? ഒരസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകില്ലേ? അസുഖം മാറാൻ വേണ്ടി എന്ത് ചികിത്സ ചെയ്യാനും നമ്മൾ തയ്യാറാവും. അപ്പോൾ നാണവും മടിയും ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ജാക്കറ്റ് അഴിച്ചു, ഉള്ളിലെ ഇന്നറും അഴിച്ചു. എന്നിട്ട് അവളെ കമഴ്ത്തി കിടത്തി. കയ്യിലുണ്ടായിരുന്ന ഒരു ബാം പുരട്ടി അവളുടെ നടുവിന് ചുറ്റും അവൻ ആവി പിടിക്കാൻ തുടങ്ങി. കുറെ സമയം ആവി പിടിച്ചതിന് ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന മിനി ടെൻസ് മിഷ്യാൻ കൊണ്ട് അവൾക്ക് വേദനയുള്ള ഭാഗത്തെല്ലാം മസാജ് ചെയ്തു. യഥാർത്ഥത്തിൽ ആ മസാജിങ് അവളുടെ വേദനയെല്ലാം കുറച്ചു. അതിനുശേഷം അവളുടെ ശരീരം മുഴുവൻ അവൻ ഇളം ചൂടുവെള്ളം കൊണ്ട് തുടച്ചു കൊടുത്തു. വസ്ത്രം മാറ്റി അവളെ ചാരിയിരുത്തി. അതിനുശേഷം അവനും പോയി കുളിച്ച് ഫ്രഷായി വന്നു. ഭക്ഷണം ഓർഡർ ചെയ്തു. കൊണ്ടുവന്ന ഭക്ഷണം കണ്ട് കാന്തിയുടെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ ഇവിടെ ചോറ് കിട്ടില്ലേ? അവൾ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ചോറുണ്ടാക്കണമെങ്കിൽ അരി വേണ്ടേ? ഏതെങ്കിലും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകളിലായിരിക്കും അരിയൊക്കെ കിട്ടുക. അതും അപൂർവമായിരിക്കും. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറന്റുകളിലും കിട്ടും. ഇവിടുത്തുകാരുടെ മെയിൻ ഭക്ഷണം ബ്രെഡാണ്. ഇവിടെ വലിയ കൃഷികളൊന്നുമില്ല. റെയിൻഡിയറിന്റെ മാംസമാണ് ഭക്ഷണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതുമുണ്ട്. കൂടാതെ ബീഫിന്റെ സൂപ്പ്. വലിയ താല്പര്യം തോന്നിയില്ലെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് കരുതി അവൾ ആ ഫുഡൊക്കെ കഴിച്ചു. ഇതിനുശേഷം അവൻ വേദന മാറാനുള്ള ചില മരുന്നുകൾ അവൾക്ക് നൽകി. സോറി, അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറിയോ? എന്തിനാടോ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഞാൻ തെന്നി വീണില്ലേ? അവൾ പറഞ്ഞു. അതിന് എന്നോട് എന്തിനു സോറി പറയണം? വീണത് നീയെ, ശരീരം മുഴുവൻ വേദനിച്ചത് നിന്റെ. പിന്നെ എന്തിനാടി പെണ്ണെ എന്നോട് സോറി പറയുന്നത്? അവൻ ചോദിച്ചു. അല്ല,
ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായില്ലേ, അതിനാ ഞാൻ സോറി പറഞ്ഞത്, അവൾ പറഞ്ഞു. ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചാൽ ആ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എന്റെ പെണ്ണേ, നമ്മുടെ ആദ്യരാത്രി മുടങ്ങിയില്ലേ, അതിന്റെ സങ്കടം എത്ര പറഞ്ഞാലും തീരില്ല. തന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് നടക്കും എന്ന് ഞാൻ കരുതിയതല്ല. പ്രതീക്ഷിക്കാതെ നമ്മുടെ വിവാഹം നടന്നു. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്റെ ആഗ്രഹങ്ങളൊക്കെ ദൈവം നടത്തി തരുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ എന്തു പറയാൻ, സദ്യ വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി എന്റെ കാര്യം. എന്നാലും എന്റെ പെണ്ണെ, നിനക്ക് വീഴാൻ കണ്ടൊരു സമയം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ സമയം അവളും അവന്റെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞു. അവരുടെ കണ്ണുകൾ തമ്മിൽ കൊരുത്തു. കുറേ സമയം അവർ അങ്ങനെ തന്നെ നിന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. അവന്റെ ചുണ്ട് അവളുടെ ചുണ്ടിൽ സ്പർശിച്ചതും കാന്തിയുടെ ശരീരമാകെ കോരിത്തരിച്ചു പോയി. അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. കാന്തിയുടെ ശരീരം മുഴുവൻ പേടിച്ചു വിറച്ചു.